നമസ്കാരം. വോയിസ് ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 ലോക ശബ്ദദിനം അഥവാ വേൾഡ് വോയിസ് ഡേ ആണ്. ഇന്നത്തെ വേൾഡ് വോയിസ് ഡേയുടെ തീം എന്ന് പറയുന്നത് റെസനേറ്റ്, എഡ്യൂക്കേറ്റ് ആൻഡ് സെലിബ്രേറ്റ്. അപ്പോൾ ഇന്ന് ശബ്ദത്തെക്കുറിച്ചൊരു ചെറിയ കാര്യം ഞാൻ സംസാരിക്കാം. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശബ്ദം പൂർണ്ണമായും എന്നേക്കുമായും നഷ്ടപ്പെടുമെന്നും അതിന് പിന്നീട് ഒരു പരിഹാരമില്ല എന്നും ഉള്ള ധാരണകളൊക്കെ സമൂഹത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇതിന് അടിവരയിടാൻ വേണ്ടി ഈ അടുത്ത കാലത്തൊരു സിനിമ പോലും ഇറങ്ങി. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് 2 വോക്കൽ കോഡുകളാണുള്ളത്. ഈ 2 വോക്കൽ കോഡുകൾ കൂട്ടിമുട്ടി വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അപ്പോൾ ഈ 2 വോക്കൽ കോഡുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ അഥവാ റിക്കറന്റ് ലാരിഞ്ചൽ നെർവ്സ്, ഇത് സഞ്ചരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻവശത്ത് കൂടെയാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഈ ഞരമ്പുകൾക്ക് ചിലപ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയുമ്പോൾ ക്യാൻസർ മുഴകളൊക്കെ ആണെങ്കിൽ അത് ഈ ഞരമ്പിനെയും കൂടെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സർജൻ ചിലപ്പോൾ വേണമെന്ന് കരുതി തന്നെ ഈ ഞരമ്പ് കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പരിക്ക് സംഭവിക്കാനുള്ള സാധ്യതയും വിരളമല്ല. എന്നാൽ ഇന്ന് ശബ്ദത്തിൻ്റെ പ്രാധാന്യവും ഈ റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയുന്നതുകൊണ്ടും അതിനെപ്പറ്റി നല്ല അവബോധം ഉള്ളതുകൊണ്ടും സർജറി ചെയ്യുന്ന സമയത്ത് സർജൻസ് എക്സ്ട്രാ കെയർഫുള്ളാണ് ഈ 2 ഞരമ്പുകൾക്ക് പരിക്ക് പറ്റാത്ത വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന് പരിക്ക് പറ്റി ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസം വളരെ വിരളമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. സർജറിയുടെ സമയത്ത് റിക്കറന്റ് ലാരിഞ്ചൽ നെർവിന് ചെറിയ തോതിലുള്ളൊരു പരിക്ക് പറ്റി ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസമാണെങ്കിൽ പലപ്പോഴും സർജറിക്ക് ശേഷമുള്ള 6 മാസത്തിൽ ഒരു ചികിത്സയും കൂടാതെ തന്നെ അത് നോർമലിലേക്ക് വരാറുണ്ട്. ചില ആൾക്കാരിൽ നമുക്ക് ചെറിയ തോതിലുള്ള വോയിസ് തെറാപ്പി കൂടെ കൊടുത്താൽ ഈ വോയിസ് പെട്ടെന്ന് തന്നെ നോർമലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എന്നാൽ ക്യാൻസർ പോലെയുള്ള സർജറികളിൽ സർജൻ ഈ റിക്കറന്റ് ലാരിഞ്ചൽ നെർവിൻ്റെ ഒരു പോർഷൻ എടുത്തു കളയാണ് എന്നുണ്ടെങ്കിൽ ചികിത്സ കൂടാതെ നമുക്ക് ശബ്ദം തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ 6 മാസത്തിന് ശേഷം ഇന്ന് നിലവിൽ പല സർജറികളുണ്ട് വോയിസിനെ നമുക്ക് പരിപൂർണമായും നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൽ ഇപ്പം പ്രചാരത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർജറികൾ റീനർവേഷൻ സർജറികളാണ്. കഴുത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഞരമ്പ്, ആൻസാ സെർവൈക്കാലിസ് എന്ന് പറയുന്ന മറ്റൊരു ഞരമ്പ് എടുത്ത് ഈ മുറിഞ്ഞുപോയ റിക്കറന്റ് ലാരിഞ്ചൽ നെർവിലേക്കോ അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിപ്പോയ വോക്കൽ കോഡിൻ്റെ മസിലിലേക്കോ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കൊടുക്കുന്ന സർജറികളാണ് റീനർവേഷൻ സർജറികൾ. ലോകത്താകമാനം തന്നെ ഇത്തരത്തിലുള്ള സർജറികളുടെ സക്സസ് റേറ്റ് 90%. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള സർജറികളിൽ 90% ആൾക്കാർക്കും നമുക്ക് പൂർണ്ണമായും നോർമൽ വോയിസിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സാധിക്കും. തൈറോയിഡ് സർജറി കഴിഞ്ഞാൽ ശബ്ദം പൂർണ്ണമായും എന്നേക്കുമായും നഷ്ടപ്പെടും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഒരു നല്ല ലോക ശബ്ദദിനം ആശംസിക്കുന്നു. റെസനേറ്റ്, എഡ്യൂക്കേറ്റ് ആൻഡ് സെലിബ്രേറ്റ്.